നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സ്ത്രീകളുടെ ലൈംഗിക വികാരത്തെക്കുറിച്ചാണ്. സ്ത്രീകളിലെ ലൈംഗിക വികാരങ്ങൾ സാധാരണഗതിയിൽ ആർത്തവ ചക്രം ചലിക്കുന്നതിനനുസൃതമായിട്ട് കുറഞ്ഞും കൂടിയും ഇരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചില ദിവസം നമ്മൾ പറയാണ്, ഇന്ന് നമുക്ക് ചെയ്യാമെന്ന് പങ്കാളിയോട് ഒരു പുരുഷൻ പറഞ്ഞാൽ അവൾ ചിലപ്പോൾ പറയും, ഇന്ന് പറ്റത്തില്ല ചേട്ടാ. അത് കേൾക്കുമ്പോഴത്തേന് പുരുഷൻ അങ്ങ് ദേഷ്യം വരും. ഇവന്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ എന്നും അതിനുവേണ്ടി എന്താ പറയാ ഒരുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നും ആ ഒരു ലൈംഗികതയിലേക്ക് അവൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ഈ ലൈംഗിക താല്പര്യം ചില ദിവസങ്ങളിൽ കൂടുതലായിരിക്കും, ചില ദിവസങ്ങളിൽ കുറവുമായിരിക്കും. ആർത്തവം തുടങ്ങുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ലൈംഗിക താല്പര്യം പൊതുവെ സ്ത്രീകൾക്ക് കുറവായിരിക്കും. ആർത്തവം അടുക്കാറാവുന്ന ദിവസം മാനസിക അസ്വസ്ഥതകൾ, കോപം, ദേഷ്യം എന്നിവ ഭൂരിഭാഗം സ്ത്രീകളിലും വർദ്ധിച്ചിരിക്കുകയും ചെയ്യും. ആർത്തവപൂർവ്വ സമ്മർദ്ദമാണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത്. ആർത്തവ ദിനങ്ങളിൽ ചില സ്ത്രീകൾക്ക് ലൈംഗിക വികാരം വർദ്ധിക്കാറുണ്ട്. സ്ത്രീക്ക് താല്പര്യമെങ്കിൽ ഉറ ഉപയോഗിച്ച് ആ സമയത്ത് ലൈംഗിക ബന്ധം നടത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ആർത്തവ രക്തം മൂലമുണ്ടാകുന്ന അണുബാധ ഒഴിവാക്കാൻ ഉറ സഹായിക്കും. രതിമൂർച്ചയിൽ എത്തപ്പെടുമ്പോൾ ഗർഭപാത്രം സ്വയം ചുരുക്കപ്പെടുന്നത് കൊണ്ട് മാസമുറ സമയത്തുണ്ടാകുന്ന വയറുവേദന ഇതുമൂലം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ആർത്തവ രക്തം വേഗത്തിൽ പുറന്തള്ളപ്പെടുന്നത് കൊണ്ട് ആർത്തവ ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ആർത്തവ സമയത്തുള്ള ലൈംഗിക ബന്ധം സാധിക്കും. ആർത്തവം തീരുന്ന ദിവസങ്ങളിലും ലൈംഗിക തീഷ്ണത സ്ത്രീകൾക്ക് അധികരിച്ചിരിക്കും. അണ്ടവിസർജനം നടക്കാനിടയുള്ള ദിവസങ്ങളിലായിരിക്കും ഏറ്റവും അധികം ലൈംഗിക തീഷ്ണത സ്ത്രീക്ക് അനുഭവപ്പെടുക. അതുപോലെ തന്നെ ഈ ആർത്തവ കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ചില മതങ്ങൾ പോലും വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ആർത്തവകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വൈദ്യശാസ്ത്രപരമായും ശരീരശാസ്ത്രപരമായും യാതൊരു വിലക്കുമില്ല എന്നുള്ളതാണ് വാസ്തവം. പങ്കാളിക്ക് താല്പര്യമുണ്ടെങ്കിൽ ശുചിത്വം പാലിച്ചുകൊണ്ട് മറ്റ് ഏതൊരു ദിവസത്തെ പോലെയും ആർത്തവ ദിനത്തിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ആർത്തവകാലത്ത് ബന്ധപ്പെടുമ്പോൾ ഗർഭനിരോധന ഉറ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ആർത്തവ വേദനയുള്ള ചില സ്ത്രീകളിൽ രതിമൂർച്ച വേദന കുറയ്ക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതൊരു സത്യമാണ്. വളരെ കാലം മുമ്പ് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുള്ളതാണ്. ആർത്തവത്തിൻ്റെ വേദന കുറയ്ക്കാൻ, അതുപോലെ ആർത്തവ ദിവസങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഈ ആർത്തവ സമയത്തുള്ള ലൈംഗിക ബന്ധത്തിലൂടെ സാധിക്കും. ഇനിയും ആർത്തവ കാലത്തെ ലൈംഗികത ആസ്വാദികരമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. രതിപൂർവ്വ ലീലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അത് ആർത്തവ സമയത്തായാലും അല്ലെങ്കിലും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, ഫോർ പ്ലേ എന്നുള്ളൊരു സംഭവം ആണുങ്ങൾ മറക്കരുത്. നിങ്ങൾ നേരെ കാര്യത്തിലേക്ക് കടക്കരുത്. ദയവേത് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് നല്ല ലൈംഗിക ബന്ധം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ഉണർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഫോർ പ്ലേ ചെയ്ത് കൊടുക്കുക. ബാക്കി അവൾ ചെയ്തോളും, നിങ്ങൾ അവിടെ കടന്നു കൊടുത്താൽ മതി. അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, ചുമ്മാ പറയുന്നതല്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു കാര്യം നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സംതൃപ്തി വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവൾക്ക് നല്ല രീതിയിൽ ഫോർ പ്ലേ എടുത്തു കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെക്ക്. ഞാനൊക്കെ അരമണിക്കൂറാണ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. ഫോർ പ്ലേക്ക് വേണ്ടി തന്നെ അരമണിക്കൂർ മാറ്റിവെക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു നോക്ക്, ക്ഷമയോടെ ചെയ്തു നോക്ക്. നിങ്ങൾക്ക് അത്ഭുതകരമാം വിധം റിസൾട്ട് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് കിട്ടിയിരിക്കും. ഇപ്പൊ നമ്മൾ ഇനി പറഞ്ഞു വരുന്നത് ആർത്തവകാലത്തെ ലൈംഗിക ബന്ധം ആസ്വാദികരമാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഫോർ പ്ലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സ്ത്രീയുടെ ഇടുപ്പിൽ പ്രത്യേകിച്ച് തലോടുകയും പതുക്കെ പതുക്കെ അമർത്തുകയും മെല്ലെ മെല്ലെ വേണം അമർത്താൻ. ഇടുപ്പിൽ ഏൽപ്പിക്കുന്ന ഓരോ മർദ്ദവും ആർത്തവ വേദന കുറച്ച് ലൈംഗികതയ്ക്കായി അവളെ ഒരുക്കും. യോനി ഭാഗത്തും അടിവയറ്റിലും പതുക്കെ മനസ്സറിഞ്ഞ് തലോടുക, ചുംബനങ്ങൾ കൊണ്ട് മൂടുക. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ് ആർത്തവം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല. എങ്കിലും സാധാരണ രീതിയിൽ 3 മാസത്തിന് ശേഷം കണ്ടു തുടങ്ങാം. ചിലരിൽ 1 വർഷം വരെ നീളാം. മുലയൂട്ടുമ്പോൾ ചില സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകില്ല. മുലയൂട്ടാത്ത സ്ത്രീകൾക്ക് ആദ്യ മാസം കഴിയുമ്പോൾ തന്നെ ആർത്തവം വരാനുള്ള സാധ്യത കൂടുതലാണ്. ആർത്തവ വേദന കുറയ്ക്കാൻ ചില പൊടിക്കൈകൾ പറഞ്ഞു തരാം. വേദന കുറയ്ക്കാൻ വയറ് ചൂട് പിടിക്കുന്നത് നല്ലതാണ്. ആർത്തവ സമയത്ത് കാപ്പി, ചോക്ലേറ്റ് എന്നിവ ഒഴിവാക്കുകയും ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. പ്രധാനമായിട്ടും ആർത്തവ കാലത്തെ ലൈംഗിക ബന്ധത്തെക്കുറിച്ചും ആ സമയത്ത് എങ്ങനെ ചെയ്യേണ്ടതിനെക്കുറിച്ചും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളിത് നിങ്ങളുടെ പങ്കാളിയെ കേൾപ്പിക്കുക. അത് നിങ്ങളുടെ പങ്കാളി അടുത്തില്ലെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ചില സ്ത്രീകൾ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധം താല്പര്യമില്ല, അത് പാപമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുണ്ട്. നിങ്ങൾക്ക് ഇരുവർക്കും അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. എപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്, എല്ലാ സമയത്തും ഏർപ്പെടുന്നതിന് യാതൊരു തടസ്സവുമില്ല. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങൾ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ആക്കി വെക്കുക. ഓക്കെ, ബൈ.